എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് രാത്രി പഠിപ്പിക്കാൻ പോവാണ്. ഇതൊരു പുതിയ അറിവായിരിക്കില്ല. ഇഷ്ടംപോലെ നമ്മൾ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കാനും നമുക്കറിയാം. എന്നാലും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ പോവാണ്. ഞാനല്ല, നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രാർത്ഥന ഏത് ആറ്റിറ്റ്യൂഡിലായിരിക്കണമെന്ന് നമ്മളോട് യാക്കോബ് ശ്ലീഹ പറയാണ്. നിങ്ങളിത് എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഏത് നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും, ഇപ്പോൾ ഏത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, എന്തൊക്കെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, ചിലപ്പോൾ നമ്മൾ ആ വചനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ചില നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ടാകാം, നമ്മുടെ ആത്മീയ ആവശ്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും. പക്ഷേ ആ വചനങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന റെഗുലറായിട്ടൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥന എഴുതി വെച്ചത് അതേപടി വായിക്കുകയല്ല, എഴുതി വെച്ച വചനം അതുപോലെ വായിക്കുകയല്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം ആ പ്രാർത്ഥനയിൽ. യാക്കോബ് ശ്ലീഹ സുന്ദരമായിട്ട് പറഞ്ഞുതരും. വചനം എടുക്കണം, യാക്കോബ് ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം. ഇന്നൊരു ചെറിയ ഹോംവർക്ക് ഉണ്ട് കേട്ടോ, ഓർപ്പിച്ചേക്കണം, ഇല്ലേ നിങ്ങൾ ഓർത്തേക്കണം. യാക്കോബ് ശ്ലീഹയുടെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം എടുക്കുക. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് യാക്കോബ് ശ്ലീഹ പറഞ്ഞുതരും. 1-ന്റെ 6, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. ഇതാണ് ആദ്യത്തെ കാര്യം. എങ്ങനെ പ്രാർത്ഥിക്കണം? സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് വിശ്വാസം ഉണ്ടോ? പേഴ്സണലി ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇന്നൊരു വചനം വായിച്ചു, ഇന്നൊരു പ്രാർത്ഥന ചൊല്ലി, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോ അവിടെ ഉണ്ടെന്ന് മാത്രമല്ല എന്നെ കർത്താവ് സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസം. എന്നിട്ട് പ്രധാനപ്പെട്ട കാര്യം, സംശയിക്കാതെ ചോദിക്കണം എന്ന്. നമ്മുടെ ഒരു നിയോഗം, നമ്മുടെ ഒരു ആവശ്യം തീർച്ചയായിട്ടും നമുക്ക് വേറെ ആരോടാ പറയാനുള്ളത്? ഈശോ, ഈ പരീക്ഷയ്ക്ക് എനിക്ക് ജയിക്കണം, ഈ ജോലി എനിക്ക് വേണം, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം, എനിക്ക് കുറച്ചുകൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റണം, എന്നെ കൊണ്ട് നോക്കിയിട്ട് പറ്റുന്നില്ല, നീ എന്നെ സഹായിക്കണം. അപ്പം സഹായിക്കാൻ വേണ്ടി ഈശോയോട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം? സംശയം കൂടാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. ഇന്നലെ നമ്മൾ പൗലോസ്ലീഹയുടെ കാര്യം പറഞ്ഞില്ലേ? പൗലോസ്ലീഹയ്ക്ക് അപാരമായൊരു വിശ്വാസമായിരുന്നു, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് കർത്താവ് ചെയ്യുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കതൊരു വലിയ പ്രചോദനമാണ്. യാക്കോബ് ശ്ലീഹ പറയാണ്, സംശയിക്കാതെ എങ്ങനെ വേണം? വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയത്തോടെ ചോദിച്ചാൽ ഇത് നടക്കുമോ, കൊള്ളാമായിരുന്നു കിട്ടിയായിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി പ്രാർത്ഥിച്ച് എന്നാ സംഭവിക്കുന്നത്? അടുത്ത വചനം, സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യമാണ്. ഇന്നലെ നമ്മൾ കടലിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യമാണ്. അത് അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു ജീവിത ലക്ഷ്യം ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു വചനം പറയുകയാണ്, 7-ാമത്തെ 8-ാമത്തെ വാക്യം, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുതെന്ന്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുമായിരിക്കും, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ചോദിച്ചപ്പോൾ കിട്ടി, ഞാനും നോക്കട്ടെ, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡോട് പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് നമ്മുടെ യാക്കോബ് ശ്ലീഹ പറയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, കൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ, നാളെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു പുതിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരു സംശയം കൂടാതെ പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ച പോലെ, എൻ്റെ കർത്താവ് എനിക്കിത് ചെയ്തു തരും, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് വേണം, ആ വിശ്വാസത്തോടെ വേണം കർത്താവിനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഹോംവർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടോ? ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവർ കുറേ ആളുകൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വചനത്തിൽ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് നിറയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു വലിയ ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വചനമൊക്കെ പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഹോംവർക്ക് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനമാണ് എഫേസോസ് 3:20-21. കാണാതെ അറിയായിരിക്കും ഒത്തിരി പേർക്കും. ആ വചനം മനസ്സിലുള്ളവർ എഫേസോസ് 3:20-21 കാണാതെ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇനി കാണാതെ അറിയത്തില്ലെങ്കിൽ ഒന്ന് തപ്പിപ്പിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ആ വചനം ഒന്ന് ഇട്ടേരും. നമുക്ക് സാധിക്കുന്നിടത്തോളം തവണ ആ വചനം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കിടക്കട്ടെ, അതങ്ങ് ഫലം ചൂടട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവർക്കും ആ വചനം 100 മേനി ഫലം ചൂടട്ടെ. അങ്ങനെ ഒരു മനസ്സോടുകൂടി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എഫേസോസ് 3:20-21 വചനം ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാണാതെ അറിയാവുന്നവർ ഇട്ടേക്കുക, ഇല്ലെങ്കിൽ നോക്കി വായിച്ച് എഴുതി കമൻറ്റ് ചെയ്തിട്ടേക്കുക. കാണുന്ന എല്ലാവർക്കും, നമ്മളിത് ആർക്കൊക്കെ ഷെയർ കൊടുക്കുന്നോ അവർക്കെല്ലാം എഫേസോസ് 3:20-21 വചനം 100 മേനി ഫലം ചൂടട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുക. അച്ഛൻ ഈ സമയം നിങ്ങളെ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും, ഒപ്പം തന്നെ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നോ അവരിലേക്കും എഫേസോസ് 3:20-21 വചനത്തിൻ്റെ അഭിഷേകം ഇന്ന് രാത്രി തന്നെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.